നമസ്കാരം. എല്ലാ നന്മ നിറഞ്ഞ പ്രേക്ഷകർക്കും ഗുഡ്നസ് ടിവിയുടെ ഏദൻ തോട്ടം എന്ന ഈ മനോഹരമായ ഈ പ്രോഗ്രാമിലേക്ക്, ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരുമയോടെ ഒത്തുകൂടാം. ഏദൻ തോട്ടത്തിന്റെ ഈ എപ്പിസോഡിന്റെ ജൈത്രയാത്ര ആരംഭിക്കുന്നു. നമ്മൾ 7th ലെവൽ ഓഫ് സിറ്റിംഗ്, 6 ലെവൽ കഴിഞ്ഞു. 7ാമത്തെ ലെവൽ എന്ന് പറയുമ്പോൾ എന്താണ് അത്? ക്വാർട്ടർ ഫൈനൽ. വി ആർ സ്റ്റാർട്ടഡ്. വി ആർ സിറ്റിംഗ് ഇൻ ക്വാർട്ടർ ഫൈനൽ. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവവും പ്രാധാന്യവും നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ വേണം എന്ന ഓർമ്മപ്പെടുത്തലാണ് ആദ്യം. നമ്മുടെ ഈ 7th ലെവലിൽ നമുക്ക് 20 കപ്പിൾസ് ആണ്, 5 എപ്പിസോഡ്. ഇതിൽ നിന്നും ലോവസ്റ്റ് 4 ടീംസ് എലിമിനേറ്റ് ആയി പോകും. അതാണ് നമ്മുടെ 7th ലെവൽ. അവരായിരിക്കും സെമി ഫൈനൽസിലേക്ക് പോവുക. നിങ്ങൾ എല്ലാവരും തന്നെ സെമി ഫൈനൽസിലേക്ക് പോകട്ടെ എന്നാണ് ആദ്യം തന്നെ ആശംസിക്കുന്നത്. അതോടൊപ്പം ഗൗരവം വേണം, മുഖത്തല്ല, കളിയില്. മുഖത്ത് കുറച്ച് റിലാക്സേഷൻ ഒക്കെ ആവാം, പക്ഷെ കളിയില് നമ്മൾ കുറച്ചു പോലും വിട്ടുകൊടുക്കാതെ ശരിയായ രീതിയിൽ കളിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മുടെ ഒരു ഗെയിം ആയതുകൊണ്ട് തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ. ടീം പിഷോൺ. ആന്റണി വി ജോസഫ്, സെന്റ് ആന്റണീസ് ചർച്ച്, മുണ്ടത്താനം, കോട്ടയം. മിനി ആന്റണി. ഗിഹോൺ. മൈക്കിൾ ജോസഫ്, സെന്റ് ജോസഫ് ചർച്ച്, ജോസ് മൗണ്ട്, പാലാഡൈസ്. ജിസ്മി മൈക്കിൾ. യൂഫ്രട്ടസ്. അരുൺ ആന്റണി, സെന്റ് മാർട്ടിൻ ഡിപ്പോസ് ചർച്ച്, അടിമാലി. ഹെന അരുൺ. ടൈഗ്രസ്. ബെന്നി, സെന്റ് ജോസഫ് ചർച്ച്, പി വെമ്പലൂർ, കൊടുങ്ങല്ലൂർ. ലിൻഡ ബെന്നി. 4 ടീംസും ഗൗരവത്തോടെ കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ വളരെ വളരെ ഗൗരവത്തോടെ, ഇനി അധികം നിങ്ങൾ സംസാരിക്കണ്ട എന്ന രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ പോകുന്നു ഏദൻ തോട്ടത്തിലെ റൗണ്ട് 1. റൗണ്ട് 1 വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കി തന്നെയുള്ള ഒരു ഗെയിമാണ്. നിങ്ങളുടെ മുൻപിൽ ട്രേയിൽ 10 ക്യൂബ്സ്, സ്ക്വയേഴ്സ് വച്ചിട്ടുണ്ട്, മരക്കട്ടകൾ. അതിൻ്റെ 4 വശങ്ങളിൽ നമ്മൾ 4 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു വശത്ത് പുതിയ നിയമത്തിലെ പുസ്തകങ്ങളാണ്, അതിൻ്റെ മറുവശത്ത് വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമത്തിലെ പുസ്തകങ്ങളാണ്. പിന്നെ അപ്പുറത്തെ സൈഡിൽ വരുന്നത് കർത്താവിൻ്റെ ശിഷ്യർ. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഓർഡറിൽ വേണം നിങ്ങളത് ക്രമീകരിക്കാൻ. മറ്റൊന്ന് ആദിമനുഷ്യൻ ആദമാണ്. ആ ആദം മുതൽ താഴേക്ക് വന്നിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. എവിടുന്നാണോ അത് തുടങ്ങുന്നത് ഒരു ക്രമമുണ്ട്, അല്ലേ? പിന്നെ വരുന്ന അങ്ങനെ വരുന്ന ആ ഓർഡറിൽ നിങ്ങളത് ആ ബ്ലോക്സ് ക്രമീകരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഒരു കാര്യം പറയുന്നു, കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കാര്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലുള്ളത് പറഞ്ഞു, ആദം മുതലുള്ള തലമുറ പറഞ്ഞു, പുതിയ നിയമത്തിലെ പറഞ്ഞു, പഴയ നിയമത്തിലെ പറഞ്ഞു. ഈ 4 കാര്യമാണ് പറഞ്ഞത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാൽ അത് കൃത്യമാണെങ്കിൽ ബാക്കി 3 സൈഡും കൃത്യമായിരിക്കും. റൈറ്റ്? ഇത് 4ഉം തത്രപ്പെട്ട് നിങ്ങൾ നോക്കണമെന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പവും സ്വീകാര്യമായത് ഏതാണോ, ഇപ്പൊ പുതിയ നിയമമാണ്, അപ്പോൾ ആ പുതിയ നിയമത്തിലെ ബുക്കുകൾ കൃത്യമായിട്ട് നിങ്ങൾ യോജിപ്പിച്ച് അടിയിൽ നിന്ന് മുകളിലേക്ക് വച്ചാൽ മറ്റ് 3 സൈഡും എങ്ങനെയായിരിക്കും? അത് കൃത്യമായിരിക്കും. ഓക്കെ. ഈ ടാസ്ക് ചെയ്യാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ടൈം 1 മിനിറ്റ് ആണ്. ഈ 10 ക്യൂബ്സും കറക്റ്റ് സീക്വൻസിൽ നിങ്ങൾ വെച്ചാൽ മാത്രമേ നമ്മൾക്ക് ഈ റൗണ്ടിൽ സ്കോർ ചെയ്യാൻ സാധിക്കൂ. എല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും 400 പോയിന്റ്സ്. ഇതിൽ ഒരെണ്ണം തെറ്റിപ്പോയാൽ മാർക്ക് ഒന്നും ലഭിക്കില്ല. രണ്ടാമതൊന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. ഇതിന്റെ ഫൈനൽ, അതായത് ആ ബ്ലോക്സ് വെച്ച് കഴിഞ്ഞ് ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ബ്ലോക്സ് കൈയെടുക്കണം. അത് നേരെ നിന്നെങ്കിൽ മാത്രമേ, അത് വീണുപോയാൽ വീണുപോയി, കഴിഞ്ഞു, പിന്നെ ഒരു വർത്താനവും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ ക്യൂബ്സ് വയ്ക്കുന്നത് കൃത്യമായിട്ട് വീഴാത്ത രീതിയിൽ വെക്കുക. ടൈംഡ് ഔട്ട് എന്ന് പറയുന്ന സമയത്ത് അതിൽ നിന്ന് കൈയെടുക്കുക ഇമ്മീഡിയറ്റ്. റൈറ്റ്? എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം.
ഇതല്ല ഞാൻ ഉദ്ദേശിച്ചിരുന്നത് എന്ന് പറയരുത്. Your time starts now. ടൈം 25 സെക്കൻഡ് ബാക്കിയുണ്ട്. വീഴാതെ നോക്കുക. കട്ടകൾ ചെരിഞ്ഞു ചെരിഞ്ഞു പോകുമ്പോൾ വീഴും. പച്ചത് വെറുതെ ആയി പോകും. ഏറ്റവും അടിയിലിരിക്കുന്നവരെ തെറ്റിയാണ് പോയി. കട്ടകൾ ഒരാൾ അത് കോൺസെൻട്രേറ്റ് ചെയ്യും. ഓക്കെ, വേഗം വേണം. 10 സെക്കൻഡേ ഉള്ളൂ. വയ്ക്കണം. വയ്ക്കാനുള്ളവർ കൃത്യമായിട്ട് വെക്കണം. 10 സെക്കൻഡേ ഉള്ളൂ. ചെക്ക് ചെയ്യണ്ടെങ്കിൽ ചെക്ക് ചെയ്യണം. കൈവിടണം ടൈം ആയാൽ. കൈവിട്ടോളൂ, വിട്ടോളൂ. നമ്മുടെ 4 ടീംസും അതിൽ 3 പേർക്ക് വെക്കാൻ സാധിച്ചു, അവിടെ വെക്കാൻ സാധിച്ചില്ല. എങ്കിലും ഒരു ടീമാണ് എല്ലാം റൈറ്റ് ആയിട്ട് ക്യൂബ്സ് വെക്കാൻ സാധിച്ചത്. അത് ടീം പിഷോൺ ആണ്. യു ഗെറ്റ് 400 പോയിന്റ്സ്. നമ്മുടെ ഫുൾ സ്കോർ ചെയ്ത ടീം പിഷോൺ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ കുറെ നേരം ഇരുന്ന് പഠിച്ചു എന്നൊക്കെ ആന്റൺ ചേട്ടൻ പറഞ്ഞു. ഇതില് ഏത് ഭാഗമാണ് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളത്? വ്യക്തികളാണോ, ശിഷ്യന്മാരോ, ആരെയാണ് ഏറ്റവും ഇഷ്ടം? ബൈബിളിലെ ഇപ്പം അടിക്കുന്നത് ശിഷ്യന്മാരാണ്. ശിഷ്യന്മാരുടെ പേരുകളാകുമ്പം നമുക്കൊരു കേട്ടൊരു ഓർഡർ ഒക്കെ ഏകദേശം അറിയാൻ പറ്റും. പഠിച്ചത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയത് അന്നേരം പഠിച്ചതേ ഉള്ളൂ. ഓക്കെ, ഇതില് നമ്മള് ആ പഠിച്ച സമയത്ത് ചിലപ്പോൾ ശിഷ്യന്മാരിൽ ഒരാളാവാം കൂടുതൽ ഇഷ്ടം. അതല്ലെങ്കിൽ ആ വായിച്ചു പോയ വചനഭാഗത്തിന്റെ ഒരു പ്രത്യേക ഏരിയ വന്നപ്പോൾ ഈ വചനം അത് കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ മനസ്സിനെ ആകർഷിച്ച ഒരു വ്യക്തിയോ അതല്ലെങ്കിൽ ഒരു സംഭവമോ അങ്ങനെ എന്തെങ്കിലും പറയാൻ പറഞ്ഞ ഏതായിരിക്കും ഓർക്കുന്നത്? ശിഷ്യന്മാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പത്രോസിനെയാണ്. എന്താണ് കാര്യം? കാരണം പത്രോസാണ് ആദ്യമേ ഈശോയുടെ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞു. അതേ പത്രോസ് തന്നെ തള്ളി പറഞ്ഞു. അത് നമ്മളെപ്പോലുള്ളൊരു മനുഷ്യൻ, സാധാരണ മനുഷ്യന്റെ എല്ലാ സ്വഭാവങ്ങളുമാണ് നമ്മൾ പത്രോസ്ലിഹായി കാണുന്നുണ്ട്. പിന്നെ പത്രോസിന്റെ ആ വിശ്വാസത്തിലാണ് പിന്നെ സഭ ഉയർന്നു വന്നത്. അപ്പൊ ഈശോയോടുള്ള ആ സ്നേഹവും വിശ്വാസവും ആ മറ്റുള്ളവരുടെ ഭയം മൂലമാണ് പത്രോസ് ഒരു തള്ളി പറഞ്ഞത് ഈശോയെ. വീണ്ടും ഈശോയെ അതിനേക്കാൾ ഉപരിയായി സ്നേഹിക്കാൻ പത്രോസിന് സാധിച്ചു. അപ്പൊ നമ്മളെപ്പോലുള്ള മനുഷ്യരുടെ ഒരു സ്വഭാവം മുഴുവൻ നമുക്ക് പത്രോസിൽ കാണാൻ പറ്റുന്നു. ഒരു വീഴ്ച സംഭവിച്ചാലും കൂടുതൽ തീക്ഷ്ണതയോടെ ദൈവത്തിലേക്ക് തിരിച്ചു വന്നു. ഗുഡ് ഗുഡ്, നല്ലൊരു മെസ്സേജ് ആണ് പറഞ്ഞത് കേട്ടോ. വെരി ഗുഡ്, നല്ല കൈയ്യടി കൊടുക്കാം. ഗുഡ്. ആന്റണി ചേട്ടാ പറയൂ, എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? നല്ലൊരു തുടക്കമാണ്. നല്ലൊരു തുടക്കമാണ്. നല്ലൊരു തുടക്കം എന്ന് പറഞ്ഞാൽ പകുതി പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. വാഴക്കൊല എന്ന് പറഞ്ഞ സംഭവം മുണ്ടത്താനത്ത് മുഴുവൻ ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഏതാണ്? നമ്മുടെ വാഴക്കൊലയുടെ ഗെയിം. വാഴക്കൊലയുടെ ഗെയിം അല്ലേ? എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വലിയ ചേട്ടന്മാർക്കൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നത്തിലടാ നീ അത് തെറ്റിച്ചത്, നിനക്ക് കായെണ്ണ അറിയത്തില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ എല്ലാരും വിളിക്കുക, പറയുക, എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരാളെ ദേഷ്യപ്പെടുന്നുണ്ടോ? ഞാൻ ഏതാണ്ട് തെറ്റ് കാണിച്ചിട്ട് എന്നെ അടിക്കാൻ വന്നവരാ ചോദിച്ചു. എനിക്കൊന്നും ആദ്യം പിടികിട്ടിയില്ല. പള്ളി പോയ വണ്ടിയെ അച്ചായനെ കയറ്റിയേ, അച്ചായൻ നടന്നു പോകും, വണ്ടിയെ കയറ്റി. ഉടനെ അച്ചായൻ ചോദിക്കുക, എന്തോ വാഴക്കൊല ഏതാണ്ട് ആ രീതി ചോദിച്ചത്. ഞാൻ വിചാരിച്ചു പുള്ളിയുടെ വാഴക്കൊല പോയി ഞാൻ കൊണ്ടുപോയിട്ടാണ് ചോദിക്കുന്നത്. വാഴക്കൊല മുട്ടിച്ചോന്ന് നമ്മളിത് ഓർക്കുന്നില്ല പെട്ടെന്ന്. രണ്ടിതാ പടി പുള്ളിക്ക് നടക്കാൻ വരാത്തോണ്ട് നമ്മൾ നിർത്തി കയറ്റാൻ ഒരുങ്ങുക. അതായത് ഇത് കേട്ടപ്പോ ഞാൻ ആ പടി ഒരു ഷോക്കായി പോയത്. അത് കഴിഞ്ഞപ്പോ വണ്ടിയെ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കാര്യമാണ്. അല്ല, ആ വാഴക്കൊലയുടെ ആ പേടി കിട്ടിയോണ്ടാണ് ഇപ്പൊ ഇത്രയും നന്നായിട്ട് പഠിച്ചു ഇവിടെ എത്തിയത്. അതെ അതെ, എല്ലാരും ചോദ്യം ചെയ്തു. ഞാൻ രക്ഷപ്പെട്ടു വാഴക്കൊലേത്. വെരി ഗുഡ്, വെരി ഗുഡ്. ആന്റണി ചേട്ടൻ എപ്പോഴും ഒരു രസികനാണ്. നമ്മുടെ ഈ ഫ്ലോറിൽ വന്നിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു നിർഭയനായി എല്ലാം ഉള്ളിലുള്ളത് ഒരു രസികത്വം ഫിറ്റ് ചെയ്ത് പറയുന്ന ആളാണ് ആന്റണി ചേട്ടൻ. ഓക്കെ, പറയൂ, നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ. 6ാമത്തെ ലെവൽ മത്സരത്തിൽ ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോയി ഞങ്ങളുടെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിയാണ് വന്നത്. അപ്പോൾ അച്ഛൻ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് സ്ഥലം മാറി അടുത്ത ഇടവയിലേക്ക് മാറുകയായിരുന്നു. അപ്പോൾ അച്ഛനെ കൊണ്ടുവിടാൻ ഞങ്ങൾ ശരിക്കും പോകേണ്ട ആൾക്കാരായിരുന്നു. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് പോവുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ അച്ഛനെ കൊണ്ടുവിടാൻ വേണ്ടി വരികയില്ല. അതിനാൽ തന്നെ കഴിഞ്ഞ റൗണ്ടിലെ മത്സരത്തിൻ്റെ വിജയം
ഞങ്ങളുടെ ഇടവയിൽ നിന്ന് മാറി ചൂണ്ടച്ചേരി ഇടവയിലേക്ക് മാറുന്ന തോമസ് കാലാച്ചറെ അച്ഛന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓ ശരി ശരി, ഓക്കെ, ഗുഡ്. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ തന്നു, കുറെ കാര്യങ്ങൾ പഠിച്ചു. ഇപ്പൊ നമ്മള് കുറെ കാര്യങ്ങൾ ഇപ്പൊ ബ്ലോഗ്സ് തന്നപ്പോൾ നമ്മൾ അടുക്കി കൃത്യമായിട്ട് വെച്ചു. അപ്പോൾ അങ്ങനെ വായിച്ചു പോയപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു സംഭവം അതേക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ എന്താ പെട്ടെന്ന് ഓർക്കുന്ന മനസ്സിലേക്ക് വരുന്നത് എന്താ വെച്ചാൽ അത് പറയുക. അങ്ങനെ പ്രത്യേകിച്ച് തോന്നിയില്ല. എല്ലാവരോടും തോമസ് ലീഹയോടാണ് കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. നമുക്ക് വന്ന് വിശ്വാസം നമുക്ക് തന്നത് തോമസ് ലീഹ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടും തോമസ് ലീഹയോട് തന്നെയാണ്. ഇവിടെ നമ്മുടെ ഈശോയുടെ രാജ്യം വരാൻ, ഈശോയുടെ നാമം അല്ലെ, ഈശോയുടെ സുവിശേഷം നമുക്ക് പകർന്നു തന്ന് തോമസ് ലീഹ ആയതുകൊണ്ട് തോമസ് ലീഹയുടെ ആണ് കൂടുതൽ എനിക്കിഷ്ടം എന്നാണ് പറഞ്ഞത്. റൈറ്റ്, അതെ, ഓക്കെ. എപ്പോ വന്നാലും കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും ഒരു പെർഫോമൻസ് ഉണ്ടാവും. ഇന്നുണ്ടോ കുഞ്ഞുങ്ങൾ ഒരു മോളൊരു പാട്ട് പാടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, മോളുടെ പാട്ടുണ്ടോ? പാടാൻ തയ്യാറാണോ? അവളുടെ പേര് ഞാൻ പറഞ്ഞു, എന്തായിരുന്നു? അന്ന. അന്ന. അന്ന കുട്ടിയപ്പോ ഇവിടെ ഒന്ന് പാടാമോ? ഓക്കെ. നാമം ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോ എന്തൊരാനന്ദം. അങ്ങ് വന്നു വാണിടുമെൻ ഹൃദയം സക്രാനിയല്ലേ, അങ്ങ് സ്വന്തമാക്കിടുമ്പോൾ എന്തൊരാനന്ദം. നാമം ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോ എന്തൊരാനന്ദം. ഓരോരോ മാനസം ദൈവത്തിനാലയം, ഓരോരോ ആദരവും ദൈവസുവിസാഗരം, ഓരോരോ മാനസം ദൈവത്തിനാലയം, ഓരോരോ ആദരവും ദൈവസുവിസാഗരം. സ്വർഗീയ സന്തോഷ വൃത്താടത്തിൽ നൽകിയിടുമപ്പമേ ആരാധന, സ്വർഗീയ സന്തോഷം വൃത്താടത്തിൽ നൽകിയിടുമപ്പമേ ആരാധന. നാമം ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോൾ എന്തൊരാനന്ദം. ഓരോരോ ജീവിതം സുവിശേഷമായിടാൻ, ഓരോരോ ഭവനവും ബലിവേദിയായിടാൻ, സ്വർഗത്തിൽ നിന്നും പറന്നിറങ്ങി ജീവിക്കും മർത്യനിൽ വാഴുന്നു നീ, സ്വർഗത്തിൽ നിന്നും പറന്നിറങ്ങി ജീവിക്കും മർത്യനിൽ വാഴുന്നു നീ. നാമം ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോൾ എന്തൊരാനന്ദം. അങ്ങ് വന്നു വാണിടുമെൻ ഹൃദയം സക്രാരിയല്ലേ, അങ്ങ് സ്വന്തമാക്കിടുമ്പോൾ എന്തൊരാനന്ദം. നാമം ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോൾ എന്തൊരാനന്ദം. നാമം ചൊല്ലും നാവുകളിൽ, അതെ, നാമം ചൊല്ലും നാവുകൾക്ക് ഒരു സൗഹൃദമാണ്. ശ്രീ
ജേക്കബ് കൊരട്ടിയാണ് അതിന്റെ സംഗീതം. വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പാടി വലിയ അനുഭവം കിട്ടിയ ഒരു ഗാനം തന്നെയാണ് പൊന്നുമോൾ പാടിയത്. ഇനിയും കൂടുതൽ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. നമ്മൾ പോകുന്നു ഏദൻ തോട്ടത്തിലെ റൗണ്ട് 2. റൗണ്ട് 2 നമ്മളൊരു റാം പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 10 ഗ്ലാസുകളാണ്. അതിൻ്റെ കൃത്യം നടുക്ക് നമ്മൾ കുറച്ച് വെള്ളം ഓൾമോസ്റ്റ് ഫില്ലാവുന്ന രീതിയിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. അതൊരു അളവ് ഗ്ലാസ്സാണ്. റൈറ്റ്. ഇവിടെ നമ്മളിവിടെ ഒരു വെള്ളം നിറച്ച ഒരു പാത്രം ഇവിടെ വച്ചിട്ടുണ്ട്. അപ്പുറവും ഇപ്പുറവും 2 സ്പോഞ്ച്. നിങ്ങളുടെ ടാസ്ക് ഇതാണ്. നിങ്ങളുടെ ടൈം സ്റ്റാർട്ടായാൽ ഈ സ്പോഞ്ച് ഈ വെള്ളത്തിൽ മുക്കി നേരെ കൊണ്ടുപോയി ഈ 10 ഗ്ലാസും നിറയ്ക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. ഈ ടാസ്ക് ചെയ്യാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ടൈം 1.5 minutes ആണ്. ഓരോ ഗ്ലാസും ഫില്ലായാൽ നിങ്ങൾക്ക് ലഭിക്കും 50 പോയിന്റ്സ്. 10 എണ്ണം ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും 500 പോയിന്റ്സ്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു. ആ നടുക്ക് വച്ചിരിക്കുന്ന ഗ്ലാസ് അതൊരു അളവ് ഗ്ലാസ് ആണ്. ഒരു മൈക്രോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ, ഒരു മൈന്യൂട്ട് വ്യത്യാസമാണെങ്കിൽ അത് അനുവദനീയമാണ്, അത് വിട്ടേക്കും. അതല്ലാത്ത രീതിയിൽ അയ്യോ അത്ര ആയല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ മറ്റേ ഗ്ലാസ്സിലേക്ക് പോയാൽ ആ അളവിന്റെ ഏകദേശം അടുത്ത് വന്നില്ലെങ്കിൽ അത് ആ ഗ്ലാസ് എണ്ണില്ല, പരിഗണിക്കപ്പെടില്ല എന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. റൈറ്റ്. നമ്മുടെ ഈ ടാസ്ക് ചെയ്യാൻ ആദ്യം വരുന്നു ടീം പിഷോൺ. ടീം പിഷോൺ പ്ലീസ് കം. നിങ്ങളാണ് ആദ്യം വരിക. എങ്ങനെയാണ് ഈ ഗ്ലാസ് നിറയ്ക്കേണ്ടത് കൃത്യമായി ആന്റണി ചേട്ടൻ അത് കാണിച്ചു തരും. അത് എവിടെയാണ്? ആന്റണി ചേട്ടനാണ് നമുക്ക് മാതൃക. എന്താണ് ഇവർക്കൊക്കെ കാണണ്ടേ? ഇവിടെ ഇവർക്കൊക്കെ അറിയണം എങ്ങനെയാണ് നിറയ്ക്കേണ്ടതെന്ന്. ഓക്കെ, റൈറ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വേഗം പോണം. സ്പീഡിൽ പോയാലേ നടക്കൂ കാര്യം. ചേട്ടാ അത് മതി, സ്പീഡിൽ പൊക്കോളൂ, അല്ലെങ്കിൽ നടക്കില്ല. ഓക്കെ, അത് ഓക്കെയാണ്. ഫസ്റ്റ് ക്ലാസ് ഓക്കെയാണ്. സെക്കൻഡിൽ പോകട്ടെ. അത് മതിയാണ് ചേട്ടാ. റെഡി. 1 മിനിറ്റിൽ താഴെ വന്നു. ഓക്കെ ഓക്കെ മതി. അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. 35 സെക്കൻഡ്. ഇരുപത്തിയഞ്ച് സെക്കൻഡ്. സ്പോഞ്ച് നിറച്ചോളൂ. ആ ഓക്കെ, അങ്ങനെ പോട്ടെ. 15 സെക്കൻഡ്. രണ്ടുപേരും അതാണ് ഐഡിയ. അത് മതി, അത് മതി, അങ്ങനെ ചെയ്യൂ. അത് കളി, അതാണ് ഗെയിം. വേഗം വേണം. 5 സെക്കൻഡ്. ആണ് ചേട്ടാ അത് പിഴിഞ്ഞു വയ്ക്കണേ. ഓക്കെ, റൈറ്റ്. അതേ നടക്കൂ, അതേ ഉള്ളൂ. റൈറ്റ്, വെൽ ഡൺ. അതാണ് ഗെയിം. അത് നോക്കി കളിച്ചോണ്ടാണ് ആന്റണി ചേട്ടന് ചെയ്യാൻ പറ്റിയത്. ഗുഡ്. ആന്റണി ചേട്ടൻ അപ്പോഴും മറ്റെടുത്ത് തന്നെയാണ് നിറച്ചോണ്ടിരുന്നെങ്കിൽ ആ 2 ഗ്ലാസ് ഇൻകംപ്ലീറ്റ് ആയിട്ടിരിക്കും. ബുദ്ധിമാൻ. അത് നോക്കി അതിന്റെ ഇടയിൽ അവിടെ പകുതി നിറച്ചുല്ലോ എന്ന് വിചാരിച്ച് കൃത്യം കളിച്ചു. 7 ഗ്ലാസ് ആണ് ഇവർക്ക് ഫില്ല് ചെയ്യാൻ സാധിച്ചത്. ഇവർക്ക് ലഭിക്കുന്നു 350 പോയിന്റ്സ്. അടുത്തതായി വരുന്നു ലിൻഡ ആൻഡ് ബെന്നി. വരൂ ടീം ടൈഗ്രസ്. Your time starts now. Benny, next class. അതൊരല്പം കൂടി നിറയാനുണ്ട്. ഫസ്റ്റ് ക്ലാസ് പൊടിക്കും കൂടി. ഓക്കെ ഓക്കെ, അത് മതി.
2 ഗ്ലാസും പൊടിക്ക് നിറയാണ്ട് കേട്ടോ. ഓക്കെ, അത് മറ്റെടുത്ത് ഓക്കെയാണ് 45. ഓക്കെ, അടുത്തേൽ പോട്ടെ. ഓക്കെ, റെഡി. ഓക്കെ, റെഡി. മുപ്പത് സെക്കൻഡ് വന്നു. അല്പം കൂടി വേഗത വേണം. നന്നായിട്ട് പോയാൽ 1 ഗ്ലാസ് കൂടി നിറയ്ക്കാൻ പറ്റും. ഓക്കെ, റെഡി. അടുത്തേൽ പോട്ടെ. 10 സെക്കൻഡിൽ വന്നു. 9, 6, രണ്ടുപേരും ഒറ്റ ഗ്ലാസ് 3, 1. നാലും 3 7 ഓൾമോസ്റ്റ്. 7 ഗ്ലാസ് ആണ് ഇവർക്ക് ഫില്ല് ചെയ്യാൻ സാധിച്ചത്. ഇവർക്ക് ലഭിക്കുന്നു 350 പോയിന്റ്സ്. അടുത്തതായി വരുന്നു ടീം ഗിഹോൺ. വരും ടീം ഗിഹോൺ, പ്ലീസ് കം. Your time starts now. വേഗത വേണം. ഓക്കെ, ഗുഡ്. യെസ്, ഓക്കെ. 55 സെക്കൻഡ്. കുറച്ചുകൂടി സ്പീഡ് വേണം അവിടെ, അല്ലെങ്കിൽ ആ സ്പോഞ്ച് അത്ര നേരം മുക്കി പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഓക്കെ, അത്രേ ഉള്ളൂ. കുറെ വെള്ളം പുറത്തേക്കാ പോകുന്നത്, അതുകൊണ്ട് ഗ്ലാസ്സിലേക്ക് കയറുന്നില്ല. കൊണ്ടിരുന്ന വെള്ളം അകത്തേക്ക് പോകുന്നില്ല. ഓക്കെ, അടുത്തേക്ക് പോട്ടെ. റെഡി. 30 സെക്കൻഡിലേക്ക് വന്നു. നോക്കി നിറയ്ക്കൂ. യെസ്, 20 സെക്കൻഡിലേക്ക് വന്നു. ഓക്കെ, ഗുഡ്. സെക്കൻഡിലേക്ക് വന്നു. അതിൽ തന്നെ 1 ഗ്ലാസ്സിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തോളൂ. വേഗം ക്യുക്കായിട്ട് പോയാൽ നിറച്ചോളൂ. ഒറ്റ ഒഴിക്കല് അത് നടക്കില്ല, പറ്റില്ല. അത് എന്തായാലും നടക്കില്ല. അത് തീർച്ചയായിട്ടും ആ അവസാനത്തെ ഒരു സംഭവം ആണ് അല്ലേ? അത് ഒരല്പം കൂടി സ്പീഡ് ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അതും കൂടി ഒന്ന് ഫില്ല് ചെയ്യാൻ പറ്റിയേനെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ? വീഴുവന്നോ? ഓട്ടത്തിന് വീഴുവന്നോ അല്ലേ? ഓക്കെ, മുണ്ടൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ശരി. ഒരു തെന്നൽ പേടി ഉണ്ടായിരുന്നു. ശരി. നന്നായിട്ട് കളിച്ചു കേട്ടോ, നന്നായിട്ട് ഓടി, നന്നായിട്ട് ഈ സൈഡ് നന്നായി സ്പീഡിലാണ് എല്ലാം പോയത്. റെഡി. അപ്പൊ നമുക്ക് ഫില്ല് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് എത്ര എണ്ണമാണ്? 7 ഗ്ലാസ് ആണ്. ഇവർക്ക് ലഭിക്കുന്നു 350 പോയിന്റ്സ്. അടുത്തതായി വരുന്നു അരുൺ ആൻഡ് ഹെൽന, ടീം യൂഫ്രട്ടസ്. ടൈം സ്റ്റാർട്ട്സ് നൗ. അരുണിന്റെ സ്പോഞ്ചിൽ എടുക്കുന്ന വെള്ളം കുറവാണ് കിട്ടുന്നത്, അതാണ്. അടുത്തേക്ക് പോവാം. അത്രയും ടോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു മിനിറ്റ് അവശേഷിക്കുന്നു. വെള്ളം ഉണ്ടാവണം അതില്. തട്ടി സ്വിമ്മിംഗ് പൂളിലെ പോലെ പുറത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഗ്ലാസ് എടുക്കുമ്പോ 3 ഗ്ലാസ് വെള്ളം തെറിച്ചു പോകും. വെള്ളം നിറക്കില്ല ഉറപ്പായിട്ടും. ഓക്കെ, 25 സെക്കൻഡ് ഉണ്ട് അവശേഷിക്കുന്നത്.
ഓക്കെ, 5 സെക്കൻഡ്. 2, 1. 7 കളി അവസാനിച്ച് 8 കയറിയിരിക്കുകയാണ്. ഒരു ഗ്ലാസ് കൂടി കൂടുതൽ വയ്ക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. ഇവർക്ക് ലഭിക്കുന്നു 400 പോയിന്റ്സ്. നമ്മുടെ രസകരമായി റൗണ്ട് അവസാനിക്കുമ്പോൾ ടീം പിഷോൺ, ഗിഹോൺ ആൻഡ് ടൈഗ്രസ് വിത്ത് 350 പോയിന്റ്സ്. And team Euphrates with 400 points. എല്ലാവരും 7 ഗ്ലാസ് നിറച്ചപ്പോ ഇവിടെ 8 ഗ്ലാസ് നിറക്കാൻ പറ്റി അല്ലേ? ഞങ്ങൾ പ്രതീക്ഷിച്ചു 10 നിറക്കുന്ന്. എന്താണ് പറ്റാഞ്ഞ്? എന്റെ സൈഡ് നിറഞ്ഞായിരുന്നു, ഇവിടെ സൈഡ് നിറഞ്ഞില്ല. അവർക്ക് മാത്രം ഓടാൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങള് ഇന്നത്തെ ഈ ഒരു ഇതിന് മാത്രമല്ല, നമ്മുടെ ഏതൻ തോട്ടത്തിൽ വന്നപ്പോ തുടങ്ങി ബൈബിൾ പഠനവും വായനയൊക്കെ കൂടി എന്ന് പറഞ്ഞായിരുന്നു നേരത്തെ. ഏത് കഥാപാത്രമാണ്, ഏത് വ്യക്തിത്വത്തിനെയാണ് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഏത് വചനഭാഗമാണ്? അവരോട് ചോദിച്ച ചോദ്യം തന്നെയാണ്. വചനഭാഗം സങ്കീർത്തനങ്ങള് 91-ാം അധ്യായം, കർത്താവിന്റെ സംരക്ഷണം. അത് ഇപ്പൊ ഞങ്ങൾ എവിടെ പോയാലാണെങ്കിലും യാത്രയ്ക്ക് മുന്നോടിയായിട്ട് അത് വായിച്ചിട്ട് ഇറങ്ങുന്നേ. ഞങ്ങൾ കഴിഞ്ഞ 3 ദിവസം ബാംഗ്ലൂരൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ ചെന്നിട്ട് കംപ്ലീറ്റ് ഡ്രൈവിംഗ് മൊത്തം കംപ്ലീറ്റ് ഇച്ചുവായിരുന്നു. അപ്പൊ വേറൊരു സ്ഥലത്ത് എന്നിട്ട് വണ്ടി ഓടിക്കുമ്പോഴൊക്കെ അതിൻ്റെതായ ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം യാത്രേന്റെ മുമ്പിൽ അത് വായിക്കുന്നതുകൊണ്ടിട്ട് ഒരു അപകടവും കൂടാണ്ട് തിരിച്ചെത്താനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബൈബിൾ ഭാഗമാണ്. സംരക്ഷണം. കിച്ചു, എന്താണ് കിച്ചു പറയാനുള്ളത്? അത് തന്നെ, ഞങ്ങള് ഒരുമിച്ചാണ് പ്രാർത്ഥിക്കാറ്. അത് നമുക്ക് കാണാൻ അറിയാൻ പറ്റുള്ളൂ. ഏകദേശം ഒരുമിച്ച് ചെല്ലുമ്പോ അത് വരും കറക്റ്റായിട്ട്. ഒറ്റയ്ക്കില്ല, ചിലപ്പോ ഇടയ്ക്ക് തെറ്റിപ്പോട്ടും. എല്ലാം കൂടെ ഉണ്ടെങ്കിൽ ആ ട്രാക്കിൽ അങ്ങോട്ട് പൊക്കോളും അല്ലേ? ടീം ടൈഗ്രസ് പറയൂ. നമ്മള് നമ്മുടെ ക്യൂബ്സ് വെച്ചു അല്ലേ, അടുക്കി വെച്ചു. അപ്പൊ നമ്മൾ കുറെ പ്രാവശ്യം വായിച്ചു എങ്ങനെയാണ് നമുക്കിത് ഓർഡർ ചെയ്യേണ്ടത്, പേരുകൾ എങ്ങനെയാണ് വരിക, അവരുടെ ക്രമം എങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഇത് വായിച്ചതല്ല, അത് കൂടാതെ നമ്മൾ എത്രയോ പ്രാവശ്യം വിശുദ്ധ ഗ്രന്ഥം വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിശുദ്ധ ഗ്രന്ഥം വായിച്ച സമയത്ത് ഉള്ളിൽ തോന്നിയ ഒരാളോട് തോന്നിയ അതിലുള്ള ഒരു വ്യക്തിത്വത്തിനോട് തോന്നിയ ഒരു വലിയ സ്നേഹം, വചനഭാഗത്തിനോട് തോന്നിയ ഒരു സ്നേഹം, നിങ്ങൾക്ക് രണ്ടുപേരിൽ ആർക്ക് വേണമെങ്കിൽ പറയാം. കർത്താവ് പറഞ്ഞിട്ടില്ലെന്ന്, പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ലല്ലോ, പാപം ചെയ്യാത്തവർ പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആള് പറയായിരുന്നു. അപ്പൊ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ യുദാസിനെ പറയുള്ളൂ, കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പാപം ചെയ്യാത്തവരാരും ഇല്ല. എനിക്ക് രജിസ്റ്റർ ആവുന്നില്ല, എന്താണ് ആ ഒരു ഇഷ്ടം വരാനുള്ള കാര്യം എനിക്ക് ഇപ്പോഴും പിടുത്തം കിട്ടുന്നില്ല. പാപം ചെയ്തു എന്നിട്ട് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. പറഞ്ഞു. യേശു പറഞ്ഞിട്ടുണ്ടല്ല, പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ലാന്ന്. ശരി. അപ്പൊ യൂദാസ് ഒരു തെറ്റ് പറ്റിപ്പോയി. യേശുനാഥൻ പാപിനിയെ കല്ലെറിയാൻ ഒരുപാട് ജനങ്ങൾ, പാപം ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യം കല്ലെറിഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരായി കല്ലിട്ട് മടങ്ങിപ്പോയി. ഇത്രയും പിന്നെ ഉദ്ദേശിച്ച കഥ ഇത്രയേ ഉള്ളൂ. അങ്ങനെ പാപം ചെയ്യാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. പാപം ചെയ്തിരിക്കെ തന്നെ യൂദാസ് അത് അഡ്മിറ്റ് ചെയ്തു. അതാണ് അതായത് നമ്മൾ പാപം ചെയ്യുമ്പോൾ ഞാൻ പാപിയാണെന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്, ദൈവത്തിന് മുൻപിൽ അത് ഏറ്റു പറയുന്നത്, അത് ഒരു നല്ല മനോഗുണമാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ കഥ പറഞ്ഞു വന്നപ്പോൾ അത് തലതിരിഞ്ഞും അങ്ങനെ എങ്ങനെയൊക്കെ പോയിന്നുള്ളൂ. എന്റെ രത്നചുരുക്കം ഇത് തന്നെയാണ് ബെന്നി ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ ഇനി പോകുന്നു ഏദൻ തോട്ടത്തിലെ റൗണ്ട് 3. റൗണ്ട് 3 ആയപ്പോൾ നിങ്ങൾക്ക് ടേബിളിൽ കാണാം കുറെ സാധനങ്ങൾ. ജസ്റ്റ് ലൈക്ക് എന്താ പറയാ, ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഒരു പ്രതീതി, ഒരു ബാസ്ക്കറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നത്തിങ് എൽസ്. നമ്മുടെ ഗെയിം ഇതാണ്. ഇത് ഏകദേശം ഒരു 800 രൂപയ്ക്ക് മുകളിലും 1000 രൂപയ്ക്കും താഴെയാണ്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ പൈസ തന്നിരിക്കുന്നത് 380-നും 430-നും ഇടയിലുള്ള ഒരു റേഞ്ചിലുള്ള എമൗണ്ട് ആണ് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത് ഇത് പർച്ചേസ് ചെയ്യാൻ. റൈറ്റ്. നിങ്ങൾ ഇതിൽ നിന്നും കൃത്യമായും 380 പെടും, 430 പെടും, അതിനിടയിലുള്ള സംഖ്യ വരുന്ന സാധനങ്ങൾ ഈ ബാസ്ക്കറ്റിൽ ഇടുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക്. ഈ ടാസ്ക് ചെയ്യാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ടൈം 1 മിനിറ്റ് ആണ്. ₹380 and 430 ഇതിന് ഇടയിലുള്ള പ്രോഡക്റ്റ് എടുത്ത ബാസ്ക്കറ്റിൽ വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും
സ്കോർ ചെയ്യാൻ സാധിക്കൂ. പാതി മാർക്കൊന്നുമില്ല. റൈറ്റ് ആയിട്ട് നിങ്ങൾ ആ പ്രോഡക്ട്സ് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും 600 പോയിന്റ്സ്. 600 പോയിന്റ് വരെ കൃത്യമായി കളിച്ചാൽ നേടാൻ കഴിയുന്ന മൂന്നാമത്തേതും ഏറ്റവും കൂടുതൽ മാർക്കുള്ളതുമായ റൗണ്ടാണ്. റൈറ്റ്? ആദ്യം ആര്? ആദ്യം ടീം ഗിഹോൺ. ടീം ഗിഹോൺ, പ്ലീസ് കം ഫോർവേഡ്. Your time starts now. പൈസ എണ്ണി വേണം ഇടാൻ. രണ്ടുപേരും പറക്കി പറക്കി ഇടുന്നതിൽ ഐഡിയ വേണം. ആരെത്ര എങ്ങനെ? ആവാം, 430 ആവാം. അതിനിടയിൽ സമയം ഇനിയുമുണ്ട്, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതല്ല ഇത് മതിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ. ഇനിയും 10 സെക്കൻഡ് അവശേഷിക്കുമ്പോൾ ഇടണമെങ്കിൽ ഇടണം ഇപ്പോ, അല്ലെങ്കിൽ കൈ എടുക്കാം. ഓക്കെ, ടൈംഡ് ഔട്ട്. ഈ ഒരു എന്താണ് ടോർച്ചിലാണ് ആ കളി. ഒരു 10 രൂപയിലാണ് സംശയം വന്നത്, വേണോ വേണ്ടയോ, വേണോ വേണ്ട. പക്ഷെ നമ്മൾ അവസാനം ആ 10 രൂപയും അതിൽ നിക്ഷേപിച്ചു. ഓക്കെ, നമുക്ക് ഇനിയുള്ള 3 ടീമും ഇത് എടുത്ത ശേഷമായിരിക്കും നമ്മൾ ഇതിന്റെ എണ്ണുന്നതും ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഇരുന്നോളൂ. അടുത്തതായി വരുന്നു ടീം പിഷോൺ. വരൂ ടീം പിഷോൺ. അഞ്ചെണ്ണ് കയ്യിൽ എത്ര പൈസയാണ് തന്നേക്കുന്നത്? 380-നും 430-നും ഇടയിലുള്ള പൈസയാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ തന്നേക്കുന്നത്. Your time starts now. ഇനിയും 25 സെക്കൻഡ് അവശേഷിക്കുന്നു. നോക്കണേ, നോക്കാം, തീർച്ചയായിട്ടും നോക്കാം. പത്ത് സെക്കൻഡിൽ താഴെ വന്നു. കൈ ഇനി എടുക്കാനുള്ളതുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ കൈ എടുക്കുക, മാറ്റുക. ഒന്നും ചെയ്യാനില്ലേ? റൈറ്റ്. നമ്മള് അനുവദനീയമായ സമയം 1 മിനിറ്റ് ആണെങ്കിലും 25 സെക്കൻഡ് മുമ്പ് തന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മള് കാര്യങ്ങൾ തീർത്ത് നിൽക്കുകയാണ്. എന്റെ കാര്യം എപ്പോഴും പെട്ടെന്ന് പരിപാടി തീർക്കണമെന്ന് എടുക്കാൻ നമുക്ക് പോകണമെന്നുള്ള ഇതല്ലാതെ ഞാൻ കാര്യം ചെയ്യുള്ളൂ. എത്ര രൂപയുടെ എടുത്ത് വെക്കണമെന്ന് ആന്റണി ചേട്ടനോട് പറഞ്ഞത്? എങ്ങനെയായിരുന്നു നിങ്ങൾ എങ്ങനെ ഡിവൈഡ് ചെയ്തേ? എന്റെ പണി 100-200 രൂപ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞു. ഞാൻ അതിന് 200-225 വെച്ചു. ശരി, അപ്പൊ തെറ്റ് വന്ന ആന്റണി ചേട്ടൻ കാരണമാണ് അല്ലേ? അടുത്തതായി വരുന്നു ടീം യൂഫ്രട്ടസ്. റെഡിയാണല്ലോ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സെക്കൻഡ്. അല്ല, കുറച്ച് കൂടുണ്ട്. 15 സെക്കൻഡ് താഴെ. ടൈംഡ് ഔട്ട്. നിന്നോളൂ. എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാ ഡിവൈഡ് ചെയ്ത് എങ്ങനെയാണ് എങ്ങനെ എടുത്തു വെക്കാന്ന് 200 വെച്ച് 200 സംതിങ് 200-210 ഇടയ്ക്ക് നോക്കാം. അങ്ങനെയാണ്. ഓക്കെ,
എന്താണ് നിങ്ങളുടെ ഒരു പറയൂ എന്നെ പറഞ്ഞ് ഇതിൽ എത്ര ഉണ്ടാവുന്നതാണ് വൈഡ് ഗസ് എങ്ങനെയാണ്? എടുത്തു വെച്ചു, കാര്യങ്ങൾ കഴിഞ്ഞു, നമ്മുടെ കയ്യിലൊന്നുമില്ല, പറഞ്ഞ ഗസ്. 200 രണ്ടുപേരും വെക്കാന്നാ പറഞ്ഞേ. ഞാനും 200 കുറച്ചും കൂടി കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 220 റേഞ്ച് വരുമായിരിക്കും. 420 റേഞ്ച് വരുമായിരിക്കും അല്ലേ? ഓക്കെ, നോക്കാം. നമ്മുടെ ഈ ഗെയിം കളിക്കാൻ വരുന്ന ലാസ്റ്റ് കണ്ടസ്റ്റൻസ് ടീം ടൈഗ്രസ്. ടീം ടൈഗ്രസ് വരൂ. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സെക്കൻഡിൽ താഴെ വന്നു. 15 സെക്കൻഡിൽ താഴെ വന്നു. ഇനി വേഗം കളിച്ചില്ലെങ്കിൽ ആയിട്ടില്ലെങ്കിൽ ഓക്കെ. അതെന്തൊട്ട് പരിപാടിയാ കാണിച്ചത്? ലാസ്റ്റിലത്തെ പരിപാടി എന്ത് പരിപാടി അത് ബെന്നി കാണിച്ചത്? ബൾബ് 12 രൂപ. ആ, കുഴപ്പമില്ല. ഈ 12 രൂപയിൽ എന്തെങ്കിലും പണി വരുമ്പോഴാണ് അതാണ് പണി, റിയൽ പണി അതാണ്. എന്തൊട്ട് ഇതിലിടാൻ പോവാണ്. വളരെ നിർണായകമായ ഒരു റിസൾട്ടാണ് എന്റെ കയ്യിലിരിക്കുന്നത്. എല്ലാവരും ടെൻസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആരാണ് ശരി, ആരാണ് സ്കോർ ചെയ്തതെന്നൊക്കെ നോക്കാം. ടീം പിഷോൺ 411 രൂപയുടെ സാധനമാണ് എടുത്തു വെച്ചത്. അപ്പോ കാണിച്ചിട്ട് കാണിക്കില്ലല്ലോ. ശരി. യു സ്കോർ 600 പോയിന്റ്സ്. ടീം ഗിഹോൺ 423 റുപ്പീസിന്റെ പ്രോഡക്റ്റ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. യു സ്കോർ 600 പോയിന്റ്സ്. ടീം യൂഫ്രട്ടസ് നിങ്ങളുടേതാണ്. എന്ത് പറ്റി? ഒരു ഭിന്നമായി പോയ ഒരു ഇത് വന്നിട്ടുള്ളത്. 426 രൂപയുടെ സാധനം നിങ്ങൾക്ക് ലഭിക്കുന്നു. 600 പോയിന്റ്സ്. ടൈഗ്രിസ്, പ്രത്യേകം ആ ബൾബിന്റെ കാര്യം ഞാൻ വീണ്ടും ഓർക്കുകയാണ്. ബെന്നി എടുത്തിട്ടു, ഇവിടെ നിന്ന് ചീത്ത പറഞ്ഞാണ് കൊണ്ടുപോയത്. ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട, നിങ്ങൾ കാരണമാണ് ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞ് മടക്കി കൊണ്ടുപോവായിരുന്നു, സീറ്റിലേക്ക് മടക്കി കൊണ്ടുപോവായിരുന്നു. എത്ര രൂപയുടെ ബൾബാണ് നമ്മൾ എടുത്തിട്ടത്? 12 രൂപയുടെ ഒരു ബൾബിന് നമ്മൾ കൊടുക്കേണ്ടി വന്ന വില, അതൊരു വലിയ വിലയായി. 381 രൂപയുടെ സാധനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. 600 പോയിന്റ്സ്. നമ്മുടെ 3 റൗണ്ട്സും അവസാനിക്കുമ്പോൾ ഫൈനൽ സ്കോർസ് ഇങ്ങനെയാണ്. ടീം പിഷോൺ വിത്ത് 1350 പോയിന്റ്സ്. Team Gihon and Tigris with 950 points. And our team Euphrates with 1000 points. ഏദൻ തോട്ടത്തിന്റെ ദ 7th ലെവൽ ഓഫ് കോമ്പറ്റീഷൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്വാർട്ടർ ഫൈനൽസ് ആണ്. ഗുഡ്നസ് ടി വി നൽകുന്ന 1,00,000 രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ് വിജയികളെ കാത്തിരിക്കുന്നത്. ഇനിയും രസകരമായ മുഹൂർത്തങ്ങളുമായി ഏദൻ തോട്ടത്തിൽ നമ്മൾ വീണ്ടും കാണും. അടുത്ത ഏദൻ തോട്ടത്തിന്റെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഒരുമയോടെ ഒത്തുകൂടാം. It's me, Rajesh Chakya. And Rajni Rajesh, signing off.
ഗുഡ് ബൈ. ഗുഡ് ബൈ. ഇത് ക്വാർട്ടർ ഫൈനൽസ് ആണ്. ദ 7th ലെവൽ ഓഫ് സിറ്റിംഗ് ആണ് നമ്മുടെ. 6 ലെവൽ വളരെ വിജയകരമായി നമുക്ക് കളിക്കാൻ കഴിഞ്ഞു. അതിന്റെ പരിണിതഫലം നമ്മൾ ക്വാർട്ടർ ഫൈനൽ വരെ എത്തി. റൗണ്ട് 1 വിശുദ്ധ ഗ്രന്ഥത്തെ, വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിയുള്ള ഒരു റൗണ്ടാണ്. നിങ്ങളിപ്പം ഈ ഒരു ഗെയിമിന് വേണ്ടി ഒത്തിരി പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തു ഇവിടെ വന്നിട്ടായാലും, അപ്പോൾ ഏത് ഒരു കഥാപാത്രത്തെയാണ് കൂടുതൽ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയത്? സ്ലീഹന്മാരുടെ പേരുകൾ അറിയായിരുന്നു എല്ലാവരും. പിന്നെ ഇൻസ്പയറിംഗ് ഓഫ് കോഴ്സ് പത്രോസ് ആണ്. നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ഈ ഗ്ലാസിന്റെ അളവിൽ ഈ 10 ഗ്ലാസും നിറയ്ക്കുക. ₹472 പൈസ നിങ്ങളുടെ കയ്യിൽ 4 ടീമിന്റെയും കയ്യിൽ തന്നിട്ടുണ്ട്. ഈ പൈസയ്ക്കുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക എന്നാണ് ഈ ടാസ്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഒരുമയോടെ ഒത്തുകൂടാം.